സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കിഡ്നിയാണ്. അപ്പോൾ കിഡ്നി എന്താണ്? കിഡ്നി ഈസ് ആൻ എക്സ്ക്രീറ്ററി ഓർഗൻ. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് യൂറിൻ വഴി നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് എത്തിക്കുന്നത് ആരാണ്? കിഡ്നിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലൊക്കെ ആരാണ് അബ്സോർവ് ചെയ്യുന്നത്? അതും കിഡ്നിയാണ് അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നിയുടെ പൊസിഷൻ എവിടെയാണ് വരുന്നത്? ദ കിഡ്നി ആർ സിറ്റുവേറ്റഡ് ഓൺ ദ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാള്. നമ്മുടെ പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിലാണ് കിഡ്നി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ദേ ആർ റിട്രോ പെരിട്ടോണിയൽ. അതായത് കിഡ്നീനെ എങ്ങനെ പെരിട്ടോണിയം പകുതി വരെ കവർ ചെയ്തിട്ടുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് റിട്രോ പെരിട്ടോണിയൽ. സിറ്റുവേറ്റഡ് ഓൺ ദ ഈച്ച് സൈഡ് ഓഫ് ദ ലംബാർ പാർട്ട് ഓഫ് ദ വെർട്ടിബിൾ കോളം. അപ്പോൾ വെർട്ടിബിൾ കോളത്തിൻ്റെ ഏകദേശം ആ ഒരു ലംബാർ പാർട്ടിലാണ് കിഡ്നി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ലെഫ്റ്റ് കിഡ്നി സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ റൈറ്റ് കിഡ്നി. അതായത് നമ്മുടെ ലെഫ്റ്റ് കിഡ്നി റൈറ്റ് കിഡ്നി അപേക്ഷിച്ച് എന്താണ്? സ്ലൈറ്റ്ലി ഹയർ ആണ്, കുറച്ചും കൂടി മുകളിലായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം റൈറ്റ് സൈഡിൽ എന്തുണ്ട്? നമ്മുടെ ലാർജസ്റ്റ് ഗ്ലാൻഡായ ലിവർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലുള്ള കിഡ്നി ലെഫ്റ്റ് സൈഡിലുള്ള കിഡ്നിയെ അപേക്ഷിച്ച് കുറച്ചും കൂടി താഴെയായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് ഷേപ്പ് ആൻഡ് സൈസ്. ഈച്ച് കിഡ്നി ഈസ് ബീൻ ഷേപ്പ്ഡ്. അതായത് കിഡ്നിയിലെ ഷേപ്പ് എന്താണ്? ബീൻ ഷേപ്പ്ഡ് ആണ്. അതുപോലെ തന്നെ കിഡ്നിക്ക് എന്തുണ്ട്? 2 പോൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? അപ്പർ പോൾസ് ആൻഡ് ലോവർ പോൾസ്. 2 ബോർഡേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മീഡിയൽ ആൻഡ് ലാറ്ററൽ ബോർഡർ, 2 സർഫസ്, ആൻറ്റീരിയർ സർഫസ് ആൻഡ് പോസ്റ്റീരിയർ സർഫസ്. അടുത്തതാണ് മെഷർമെൻറ്റ്. കിഡ്നിയുടെ ലെങ്ത് എത്രയാണ്? 7.5 to 10 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ വൃത്തം എത്രയാണ്? 2.5 സെൻറ്റിമീറ്റർ. തിക്നെസ് എത്രയാണ്? 2.5 സെൻറ്റിമീറ്റർ. അടുത്തതാണ് ബോർഡേഴ്സ്. ഇതാ ലാറ്ററൽ ബോർഡർ ഈസ് കോൺവെക്സ്. അപ്പോൾ കിഡ്നീനെ സംബന്ധിച്ചാണ് കിഡ്നിയുടെ ലാറ്ററൽ ബോർഡർ എങ്ങനെയാണ്? അത് കോൺവെക്സ് ആണ്. അതുപോലെ തന്നെ മീഡിയൽ ബോർഡർ ഏതാണ്? കോൺകേവ് ആണ്. അതായത് ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് ലാറ്ററൽ എവേ ഫ്രം ദ മീഡിയൽ ലൈൻ. അതെങ്ങനെയാണ്? കോൺവെക്സ് ആണ്. നമ്മുടെ മീഡിയൽ ലൈനായിട്ട് അടുത്ത് നിൽക്കുന്ന മീഡിയൽ ബോർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോൺകേവ് ആണ്. ഉള്ളിലോട്ടാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദ മിഡിൽ പാർട്ട് ഓഫ് ദ മീഡിയൽ ബോളം ദർ ഈസ് എ ഡിപ്രസ്ഡ് ഈസ് നോൺ ആസ് ദ ഹൈലം. അതായത് നമ്മുടെ മിഡിൽ പാർട്ടിന് ഒരു ഡിപ്രഷൻ ഉണ്ട്. അതിനെയാണ് ഹൈലം എന്ന് വിളിക്കുന്നത്. അതിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? നമ്മുടെ ബ്ലഡ് വെസൽസും വെയിൻസും അതൊക്കെ കടന്നു പോകുന്നത്, ലിംഫാറ്റിക് വെസൽസൊക്കെ കടന്നു പോകുന്നത് ഏതിലൂടെയാണ്? കിഡ്നിയുടെ അകത്തേക്കും പുറത്തേക്കും ഈ ഹൈലം വഴിയാണ്. ഇത് ഫോളോഡ് സ്ട്രക്ചർ ആസ് സീൻ ഇൻ ദ ഹൈലം. ഏതൊക്കെ സ്ട്രക്ചറാണ് നമ്മുടെ ഹൈലത്തിലൂടെ കിഡ്നിയിലേക്ക് കടന്നു പോകുന്നത്? റീനൽ വെയിന്, റീനൽ ആർട്ടറി, റീനൽ പെൽവിക്സ്, എക്സ്റ്റെൻഡഡ് പോർഷൻ ഓഫ് ദ യൂറിറ്റർ. കിഡ്നിയുടെ കവറിംഗ് എന്ന് പറയുന്നത് കിഡ്നിക്ക് 4 കവറിംഗ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ആദ്യത്തെ കവറിങ് ഇന്നർ മോസ്റ്റ് ഫൈബ്രസ് ക്യാപ്സ്യൂള്. ഏറ്റവും അകത്തത്തെ ആ കവറിനെ എന്താണ് വിളിക്കുന്നത്? ഇന്നർ മോസ്റ്റ് ഫൈബ്രസ് ക്യാപ്സ്യൂളാണ്. അതിന് എന്ത് വിളിക്കാം? ട്രൂ ക്യാപ്സ്യൂൾ എന്നും കൂടി വിളിക്കാം. അതുപോലെ തന്നെ മിഡിൽ ഫാറ്റി ക്യാപ്സ്യൂള്, പെരിനെഫ്രിക് ഫാറ്റി. ഓക്കെ, രണ്ടാമത്തെ കവറിങ് ഏതാണ്? മിഡിൽ ഫാറ്റി ക്യാപ്സ്യൂള്. മൂന്നാമത്തത് ഫെയിൽസ് ക്യാപ്സ്യൂള്, റീനൽ ഫേഷ്യ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നാലാമത്തെ പോർട്ട് ഏതാണ്? പാരാ റീനൽ ഫാറ്റ് ഫോംഡ് കുഷ്യൻ ഫോർ ദ കിഡ്നി. അപ്പോൾ നമ്മുടെ കിഡ്നിക്ക് ആ ഒരു കുഷ്യൻ ഫോം ആരാണ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ആ കിഡ്നി എവിടെയാണ് ശരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഫാറ്റിലാണ് അത് ഫാറ്റ് കവർ ചെയ്തിരിക്കും അതിനെ മൊത്തത്തിൽ. ആ കിഡ്നീനെ ചുറ്റും നമ്മൾ ഡിസെക്ഷൻ എടുത്ത് നോക്കിയാൽ കിഡ്നീന് ചുറ്റും ഒരു ഫാറ്റ് കവറിങ് ഉണ്ടാകും. അതാണ് പെരി റീനൽ ഫാറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണ് കാണപ്പെടുന്നത്? ലെയേഴ്സാണ് കാണപ്പെടുന്നത്. അടുത്തത് റിലേഷൻഷിപ്പ്. അപ്പോൾ അത് അപ്പർ പോള്, നമ്മുടെ കിഡ്നിയുടെ അപ്പർ പോള്, മുകളിലുള്ള പോള് എവിടെയായിട്ട് ആരായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആരായിട്ട് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഇത് അപ്പർ പോൾ ഓഫ് ദ ഈച്ച് കിഡ്നി ഈസ് റിലേറ്റഡ് ടു ദ കറസ്പോണ്ടിങ് സൂപ്രാറീനൽ ഗ്ലാൻഡ്. അപ്പോൾ നമ്മുടെ സൂപ്രാറീനൽ ഗ്ലാൻഡ് അഥവാ അഡ്രീനൽ മെഡുലറി ഗ്ലാൻഡ്, അതാണ് അതിൻ്റെ സുപ്പീരിയർ പോർഷനിലുള്ളത്. അപ്പോൾ അതിൻ്റെ കിഡ്നിയുടെ സുപ്പീരിയർ പോർഷനിൽ ഏത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു? നമ്മുടെ സൂപ്രാറീനൽ ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഹൈലം റിലേറ്റഡ് ടു റീനൽ വെയിന്, റീനൽ ആർട്ടറി, യൂറിറ്റർ വിത്ത് ദ നെർവ്സ് ആൻഡ് ലിംഫ് വെസൽസ്.
പോസ്റ്റീരിയർ ഭാഗത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഡയഫ്രം വരുന്നുണ്ട്, പോസ മേജർ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് വരുന്നുണ്ട്. പോസ്റ്റീരിയർ സർഫസ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു 3 നെർവ്സ് ഫ്രം ദ എബോവ് ഡൗൺവേർഡ് ദേ ആർ. അതായത് നമ്മുടെ പോസ്റ്റീരിയർ സർഫസ് 3 നെർവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? സബ് കോസ്റ്റൽ, ഇലിയോ ഹൈപ്പോഗ്യാസ്ട്രിക് ആൻഡ് ഇലിയോ ഇൻഗ്വൈനൽ നെർവ്സുമായിട്ട് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പോസ്റ്റീരിയർ സർഫസ്. അടുത്തതാണ് ആൻറ്റീരിയർ റിലേഷൻഷിപ്പ്. അപ്പോൾ റൈറ്റ് കിഡ്നിയുടെ ആൻറ്റീരിയർ റിലേഷൻഷിപ്പ് ഏതൊക്കെയാണ്? റൈറ്റ് സൂപ്പറാറീനൽ ഗ്ലാൻഡ്, സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഡുവോഡിനം, റൈറ്റ് ലോബ് ഓഫ് ദ ലിവർ, ഹെപ്പാറ്റിക് ഫ്ലക്ചർ ഓഫ് ദ കോളോൺ, കോളീസ് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈന്. അടുത്തതാണ് ലെഫ്റ്റ് കിഡ്നിയുടെ ആൻറ്റീരിയർ റിലേഷൻഷിപ്പ്. ലെഫ്റ്റ് സൂപ്പറാറീനൽ ഗ്ലാൻഡ്, സ്പ്ലീൻ ആൻഡ് സ്പ്ലിനിക് വെസൽസ്, സ്റ്റൊമക്ക്, പാൻക്രിയാസ്, ലെഫ്റ്റ് ക്ലോളിക് ഫ്ലക്ചർ, സ്പ്ലിനിക് ഫ്ലക്ചർ, കോളീസ് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈന്. ഇതാണ് പോൾസ്. അപ്പോൾ ദ അപ്പർ പോൾ ഈസ് ബ്രോഡ് ആൻഡ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ സൂപ്രാറീനൽ ഗ്ലാൻഡ്. നമ്മുടെ അപ്പർ പോള് നമ്മുടെ സൂപ്രാറീനൽ ഗ്ലാൻഡുമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പർ പോൾ എന്താണ്? ബ്രോഡാണ്. ഇത് ലോവർ പോള് ഈസ് പോയിൻറ്റഡ്. നമ്മുടെ കിഡ്നിയുടെ ലോവർ പോൾ എങ്ങനെയാണ്? അത് പോയിൻറ്റഡ് ആണ്. ഇത് അപ്പർ പോള് ആർ നിയർ ടു ദ മീഡിയൽ പ്ലെയിന് ദാൻ ദ ലോവർ പോൾ. അതുപോലെ തന്നെ ഈ അപ്പർ പോള് നമ്മുടെ മീഡിയൽ പ്ലെയിന് അല്ലെങ്കിൽ മിഡ് ലൈനുമായിട്ട് അടുത്ത് നിയർ ആയിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു.